കോഴിക്കോട് കണ്ണാടിക്കലിൽ 200ഓളം വീടുകളിൽ വെള്ളം കയറി ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നു. മുഹമ്മദ് ഷഹീദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പൂനൂർ പുഴ കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്ന് ഇന്നലെ രാത്രി മുതൽ ഈ കണ്ണാടിക്കൽ പറമ്പിൽ ബസാർ മേഖലയിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. ആളുകൾ ഇപ്പോഴും വീടുകളിൽ നിന്ന് ഒഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 100-200ഓളം വീടുകളാണ് ഈ പ്രദേശത്തേക്കുള്ളത്. ഇപ്പോൾ 200ഓളം വീട്ടുകാർ ഇവിടുന്ന് ഒഴിഞ്ഞ് പ്രോവിഡൻസ് കോളേജിലേക്ക് പോയിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് നിറയെ ആ താഴ്ന്ന വീട്ടുകാരാണ് കൂടുതലുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ വീട്ടുകാർ, ഇപ്പം പുതിയ വീട്ടുകാരൊക്കെ ഉള്ളു കുറച്ച് ഉയർത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എല്ലാ കൊല്ലം വരുന്ന 2018 വളരെ വെള്ളപ്പൊക്കം വന്നതിന് രൂക്ഷമായിട്ട് അന്ന് വീട്ടിനുള്ളിലേക്കൊക്കെ കയറിയിരുന്നു. ഈ സാധനങ്ങളൊക്കെ ആയിട്ട് പോവാണോ? വെള്ളം കയറിയോ വീട്ടിൽ കയറണോ കറണ്ടായി വെച്ച് നിൽക്കുന്നുണ്ട്. കുറേ വീടുകളുണ്ട്. വീടിന്റെ അകത്തൊക്കെ വെള്ളം കയറി എല്ലാം വെള്ളം അങ്ങ് അത് ഫുള്ള് കയറിയിരിക്കുന്നു. മൊത്തം കയറിയതാ. പൂനൂർ പുഴയിലുള്ള വെള്ളം തന്നെ. ഇന്നലെ ഒരു 10 മണി വരെ ഇവിടെ വെള്ളങ്ങളൊന്നും ഇല്ല. റോഡൊക്കെ ഉണങ്ങി. അല്ല, ഇന്നലെ രാവിലെ 10 മണി 11 മണി വരെ വെള്ളപ്പൊക്കത്തിന്റെ യാതൊരു ലക്ഷണവും ഇല്ല. റോഡൊക്കെ ഉണങ്ങി കിടക്കുന്നത്. പിന്നെ മഴ പെയ്തിട്ടില്ല. പിന്നെ മഴ പെയ്യാത്തടത്ത് പിന്നെ ആ കൃഷ്ണക്കടവ് വഴിയും അവിടെ കുറ്റഞ്ചേരിയിലത്തെ കനാല് വഴി തോടുണ്ട്. ആ തോട് വഴിയും വെള്ളം വന്ന് പുഞ്ച നിറഞ്ഞ് പിന്നെ വയലുകളൊക്കെ കുറേശ്ശെ നിറയാൻ തുടങ്ങി. ഏകദേശം ഒരു 5 മണി 6 മണി ആയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇവിടെയൊക്കെ രാവിലെയൊക്കെ നമ്മൾ കുറഞ്ഞ വെള്ളം ഒഴുകി വരുന്നുള്ളായിരുന്നു. പിന്നെ 6 മണിൻ്റെ ശേഷം ശക്തമായിട്ട് വെള്ളം വന്ന്. ഇതിന് സ്ഥിരം സംവിധാനം എന്തെങ്കിലും ഇങ്ങനെ ഒരു ദുരിതത്തുനിന്ന് നമുക്ക് ഉണ്ടാകണം. എന്തായാൽ ഒന്ന് പൂനൂർ പോയിന്റ് അവിടെ സംരക്ഷണ ഭിത്തി കെട്ടിയിട്ട് അവർ പണ്ട് ഇതിൻ്റെ മുന്നേ നമ്മളൊക്കെ നിവേദനം കൊടുത്തിരുന്നു. അതും പിന്നെ ഈ തോടിന് ചീപ്പിടി, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഇങ്ങോട്ട് വരാണ്ട് നേരെ പോയിക്കോളൂ. അപ്പോൾ ഇതെന്നുണ്ടെങ്കിൽ ഇവിടെ ചീപ്പില്ലാത്തതും കൃഷ്ണക്കടവിന് ആ റോഡിന് വെള്ളം കയറുന്നൊക്കെയാണ്. പിന്നെ കര കവിയുന്നത് ഉയർന്ന രീതിയിൽ ഒരു ഭിത്തി കെട്ടുകയാണെങ്കിൽ അതും ഇല്ലാണ്ടാക്കും. നമുക്ക് ഈ ദുരിതത്തിന് എന്നേക്കായിട്ട് നമുക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഈ അങ്ങോട്ട് പോകുന്തോറും കൂടുതൽ വെള്ളം കയറിയിരിക്കുകയാണ്. ആളുകളൊക്കെ പറയുന്നത് വീടുകൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലൊക്കെ ഉണ്ട്. അവരെയൊക്കെ സുരക്ഷിതമായി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും മറ്റ് കടകളിലും ഒക്കെ ആയിട്ട് ആളുകൾ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. വ്യാസ് പി റാമിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.